അവസാനം ടയർ ഇൻഫ്ലേറ്റർ ഈ കണ്ടീഷനിലാക്കി എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് എയർ അടിക്കാൻ വേണ്ടിയിൽ അതിൻ്റെ പ്രഷറൊന്നും കാണില്ല. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്തത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3200 രൂപയോളം ചിലവാക്കിയിട്ട് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലത്തെ സോക്കറ്റിൽ നിന്നും പ്ലഗ് ചെയ്യാം, DC നിന്നും എടുക്കാം. ഒരു കറക്റ്റ് ഒരു 13 മാസം കഴിഞ്ഞപ്പോൾ ഒക്ടോബറിൽ വാങ്ങിയതാണ്. ഡിസംബറിൽ പ്രൊഡക്റ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഇതാണ്. അതായത് ERR അങ്ങനെ എറർ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരുന്നു. അപ്പം നമ്മളത് എന്ത് ചെയ്തിട്ടും അത് ജസ്റ്റ് അത് റൺ ചെയ്യുന്നുണ്ട്, അത് പ്രസ് ചെയ്യുമ്പോൾ. അതല്ലാണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് തന്നിട്ടുണ്ട്, അതെല്ലാം വർക്ക് ആവുന്നുണ്ട്. കാരോടെ സെൻറ്ററിനെ വിളിച്ച് നോക്കിയപ്പോൾ അവർ വാറണ്ടി കഴിഞ്ഞു, അതുകൊണ്ട് അവരുടെ ഇതിൻ്റെ സ്പെയർ പാർട്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് അവരും കഴിഞ്ഞു. നമ്മളാണെങ്കിൽ ഇത്രയധികം കാശ് കൊടുത്ത് 3000-ഓളം രൂപ കൊടുത്ത് വാങ്ങിയൊരു ടയർ ഇൻഫ്ലേറ്ററാണ്. ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കി എന്താ സംഭവം എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതല്ല, അതിൻ്റെ മോട്ടർ റൺ ചെയ്യുന്നുണ്ട്, പിന്നെ സ്റ്റോപ്പായി പോവാണ്. അപ്പോൾ അതിൻ്റെ സെൻസറിൻ്റെ പ്രശ്നമായിരിക്കും എന്നാണ് കരുതുന്നത്. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കി. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിന് 2 പാർട്ടാണ് വരുന്നത്. ഈ മുകളിലത്തെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC-നെ DC ആക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതായത് നമ്മുടെ വീട്ടിലത്തെ 230 വോൾട്ടിനെ 12 വോൾട്ട് DC ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ മുകളിൽ കാണുന്ന ഹീറ്റ് സിങ്കും സർക്യൂട്ടും. അതിൻ്റെ താഴെ അതിൻ്റെ മോട്ടർ ഇരിപ്പുണ്ട്, അതായത് ടയർ ഇൻഫ്ലേറ്ററിൻ്റെ മോട്ടർ ഇരിപ്പുണ്ട്, പിന്നെ ഒരു ബോർഡും, പിന്നെ അതുകൂടാതെ ഒരു സെൻസറും ഉണ്ട്. എനിക്ക് തോന്നുന്നത് ആദ്യം ഞാൻ കരുതി സെൻസറിൻ്റെ പ്രശ്നമായിരിക്കും എന്നുള്ളത്. എന്നിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിനൊരു പ്രശ്നമല്ല. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് നന്നായി ക്ലോസ് ചെയ്തു. അത് കറക്റ്റിന് ക്ലോസ് ചെയ്യണം, ഇല്ലെങ്കിൽ എയർ അത് കൂടെ ലീക്കാവും. പിന്നെ ബോർഡിൻ്റെ മോട്ടർക്ക് വരുന്ന വയർ കട്ട് ചെയ്തു. ആ വയർ കട്ട് ചെയ്തിട്ട് ആ 12 വോൾട്ട് സപ്ലൈ ഉണ്ടല്ലോ, AC-ന്ന് DC ആക്കുന്നത്, ആ 12 വോൾട്ടിലേക്ക് ഡയറക്റ്റ് മോട്ടർ കൊടുക്കും. അതായത് നമ്മൾ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മോട്ടറിന് സപ്ലൈ കിട്ടും. അപ്പോൾ അത് റൺ ചെയ്യുകയും ചെയ്യും. അപ്പം നമുക്ക് ഈ കണ്ടീഷനിലാക്കിയിട്ട് കാര്യം നടക്കും. നമുക്ക് ടയർ ഇൻഫ്ലേറ്റ് ചെയ്യാം, പക്ഷെ നമുക്ക് പ്രഷർ എത്രയായി ടയറിൽ എന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ ടയർ ഇൻഫ്ലേറ്റ് യൂസ് ചെയ്തിട്ട് വേറൊരു ഡിവൈസ് ഞാൻ പർച്ചേസ് ചെയ്തു. കാർട്ടർ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റിൻ്റെ പ്രഷർ ഗേജ്, അതായത് എത്ര പ്രഷർ ഉണ്ട് ടയറിൽ, ഇത് ഊരിയിട്ട് നമുക്കിത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രഷർ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ അത് വെച്ച് നമുക്ക് ഇത് വെച്ച് കാറ്റടിക്കുക, ഇത് വെച്ച് നമുക്ക് അതിന്റെ പ്രഷർ എത്തുക നോക്കാം. ഒരു അനലോഗ് മീറ്റർ ആണ്, കേടുവരാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെ ഞാനിപ്പോൾ തൽക്കാലം ഈ പ്രശ്നം സോൾവ് ചെയ്തു.